ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു വീഡിയോ സ്പെഷ്യലാണ് കേട്ടോ. എൻ്റെ മക്കളുടെ എന്താ പറയുക, ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവം കൂടിയാണ്. നമുക്ക് ഈ കുട്ടിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ബർത്ത്ഡേ പാർട്ടി ഒന്ന് അടിപൊളിയായിട്ടൊന്ന് ആഘോഷിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ആഘോഷങ്ങൾ ഒരുപാട് ആഡംബരമായിട്ടല്ല, ഒരു അടിപൊളി പ്രാങ്കോട് കൂടിയിട്ടാണ് കേട്ടോ. അത് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ അവളുടെ ഹസ്ബൻഡ് തന്നെയാണ്. എന്തായാലും ഞങ്ങൾ അതിനൊക്കെ ഒരു ഭാഗമായി മാറിയിട്ടുണ്ട്. ഈ ബർത്ത്ഡേ ഗേള് ഒരിക്കലും ഈ പ്രാങ്കിൻ്റെ കാര്യം ഒന്നും അറിഞ്ഞിട്ടില്ല. ഞങ്ങളെല്ലാം വളരെ പ്ലാൻ ചെയ്തിട്ട് അവളറിയാത്ത രീതിക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ അവസാനം എത്തുമ്പോൾ നല്ല ഗംഭീര കരച്ചിലാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. പക്ഷേ അവളുടെ ഹസ്ബൻഡും വിചാരിച്ചിട്ടില്ല ഇത്രത്തോളം ഒരു പ്രാങ്കിലേക്ക് എത്തുന്നുള്ളത്. അപ്പം നമുക്കിന്ന് ആ പ്രാങ്കിൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ. ഇവരുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവർ രാവിലെ അമ്പലത്തിൽ പോവാണ് കേട്ടോ. നമ്മുടെ തൊട്ടടുത്തുള്ള മുട്ടിക്കൽ കണ്ട ക്ഷേത്രത്തിലേക്കാണ് ഇവർ പോകുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്, എന്താണ് നിങ്ങളുടെ മനസ്സിൽ എന്നൊക്കെ. അപ്പം പറയുന്നത് അമ്മയ്ക്ക് നല്ല ബുദ്ധിത കൊടുക്കണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് പറഞ്ഞിട്ടാണ് ഇവർ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവർ അമ്പലത്തിൽ പോയിട്ട് വരട്ടെ, അപ്പോഴേക്കും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പ്രാങ്കിൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ അതാണ് പ്രാങ്കിൻ്റെ ടീം വന്ന് നിൽക്കുന്നുണ്ട് നമ്മുടെ പടിക്കൽ. അപ്പം അടുത്ത പ്രാങ്കിലേക്ക് പോകാം. അപ്പോൾ പ്രാങ്ക് എന്താണെന്ന് പറയട്ടെ, ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതായത് ഒരു 4 മാസം മുന്നേ പാലക്കാട് ടൗണിൽ വെച്ചിട്ട് സിഗ്നൽ തെറ്റിച്ച് വണ്ടി പോയി. അപ്പോൾ അത് കേസായി എന്നുള്ളൊരു രീതിക്കാണ് നമ്മളെ ഇവിടെ പ്രാങ്ക് ചെയ്യുന്നത് കേട്ടോ. കറക്റ്റായിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് അവളെ കൊണ്ടുപോകണം, ഫൈൻ അടയ്ക്കണം, അപ്പം 3-4 മാസത്തെ ഫൈൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്റ്റാർട്ടിങ്. ബാക്കിയുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ മാഡം പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേട്ടതോടുകൂടി അവളെ കിളി പാറി. അങ്ങനെയാണ് ഇവളിവിടെ പൊട്ടിക്കരയുന്നത് കേട്ടോ. അതാണ് ഇന്നത്തെ പ്രാങ്കിൻ്റെ വീഡിയോ. അപ്പോൾ അവൾ അന്നുണ്ടായ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. അനിയത്തിനെ നഴ്സിംഗ് പഠിക്കുന്ന അനിയത്തിയുണ്ട്. അപ്പോൾ അവളെ കൊണ്ടാക്കാൻ വേണ്ടി ടൈം പോയി. KSRTCൻ്റെ പുറകിൽ വെച്ച് പിടിച്ചതാണ് എന്നാണ് അവൾ പറയുന്നത്. പക്ഷേ സിഗ്നൽ എന്ന സംഭവം നോക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് അവർ ഷൗട്ട് ചെയ്യുന്നുണ്ട്. അതിലെല്ലാം അവളങ്ങോട്ട് വീണു. എങ്ങനെയാണെന്നറിയില്ല, പെട്ടെന്ന് തന്നെ അവൾക്ക് ടെൻഷനായി, സങ്കടമായി, ആകെ സീനാണ് കേട്ടോ. കോടതി മുഖാന്തരം പറ്റുള്ളൂ, എന്താ ചെയ്യാൻ. അങ്ങനെ സിഗ്നലൊന്നും കടന്നു എല്ലാ ഇപ്പോഴും വണ്ടികൾ കൊണ്ട് തന്നെ പോയിട്ട് അന്നതൊരു അബദ്ധം പറ്റിപ്പോയതാണ്. അങ്ങനെ ഉണ്ടാക്കിയായിരിക്കും. എന്താ ചെയ്യും, എന്തെങ്കിലും ഇല്ല. കാരണം ഫൈനൊക്കെ എത്ര വരും, എല്ലാം വരും. ഇപ്പോൾ 3 month ആയില്ലേ, അപ്പം അതിൻ്റെ ഫൈനും കൂടെ ഉണ്ടാവും. എത്ര വരും എന്നാലും കോടതിയിൽ കയറേണ്ടി വരും. വർക്ക് ചെയ്യണോ? ഇവിടെ ഞാൻ തന്നെ ഉള്ളൂ അമ്മേ. എന്താ ചെയ്യാ, ഇന്ന് വരാൻ പറ്റുമോ? ബുദ്ധിമുട്ടാവോ? ഇന്നോ ഒരു പരിപാടിക്ക് പോവാന്നൊക്കെ. കരഞ്ഞിട്ടിപ്പോൾ എന്താ കാര്യം, റൂൾസ് തെറ്റിച്ച് പോകുമ്പോൾ നമ്മൾ വിചാരിച്ചല്ലോ സംഭവിക്കുന്ന അറിയായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു പറഞ്ഞാൽ നമുക്ക് എക്സ്ക്യൂസ് കൊടുക്കാൻ പറ്റില്ലല്ലോ. കാരണം നമുക്ക് അവിടെ നിന്ന് മേലെ നിന്ന് വരുന്ന ഓർഡറാ. അപ്പം എന്തായാലും നമുക്ക് ഇവിടെ വന്ന് നിങ്ങളെ അറിയിക്കണം എന്നുണ്ട്. അപ്പോൾ അതാണ് വന്ന്. എന്നാ ഒരു കാര്യം ചെയ്യും, പേരൻസ് വരണമെന്നുണ്ടോ? ആളെ ഒറ്റയ്ക്ക് നമുക്ക് കൊണ്ടുപോകണ ബുദ്ധിമുട്ടല്ലേ, മോശമാണ്. അപ്പോൾ അതൊരു റിസ്ക് പിടിച്ച പരിപാടിയാണ്. അപ്പോൾ പാരൻസ് അറിയും. നിങ്ങൾക്ക് എന്തായാലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു, അത് മാറ്റേണ്ടി വരും തോന്നുന്നു. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതെ, അറിയണെന്തിനാ, റൂൾസ് തെറ്റിക്കുമ്പോൾ ആലോചിക്കണം. ബസ്സും പോയി കറക്റ്റ്. എന്തായാലും ഹാപ്പി ബർത്ത്ഡേ. എൻ്റെ കെട്ടിയൻ്റെയാ ആദ്യത്തെ പ്രാങ്കായിരിക്കും. ശരിക്കും പഠിച്ചു.
ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ അശ്വിനി മുനീറെ കണ്ട് ജിമ്മ് ജിഷ്ടായിട്ട് എടുക്കാതെ ഇത് കിട്ടിയവനെ